തിമോഥെയോസിൻ്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വാക്യത്തിലെ നല്ല മനസ്സാക്ഷി വിശ്വാസവും നല്ല മനസ്സാക്ഷി എന്ന പ്രസംഗത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി വിഷയത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ ഒരു പ്രധാന വിഷയം എൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാവിലെ സ്പർശിക്കാനിടയായി. ഞങ്ങൾ 2 കർത്താവിൻ്റെ ദാസന്മാരുണ്ട് ഇവിടെ. ഞങ്ങൾ പരസ്പരം ഞാനത് പുള്ളിയോട് ഷെയർ ചെയ്യാനിടയായി തീർന്നു. ഇവിടെ പൗലോസ് പറയുന്നത്, വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പോർക്കളത്തിൽ നിൽക്കുന്ന തിമോഥെയോസേ, ലോകം, ജഡം, പിശാചിനോട് പോരാടാൻ നിനക്ക് കഴിയണമെങ്കിൽ നിനക്ക് വിശ്വാസം വേണം, നിനക്ക് നല്ല മനസ്സാക്ഷി വേണം. അവിടെ എൻ്റെ ഹൃദയം കയറി ഉടക്കാനിടയായത് രാവിലെ. നല്ല മനസ്സാക്ഷി. അതാ പൗലോസ് പറയുമ്പോഴായി മനസ്സാക്ഷി നല്ലതല്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തം, ഭയാനകമായ അനുഭവം എന്താണെന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെടുത്ത് പഠിപ്പിക്കാത്തത് കൊണ്ട് വിശ്വാസികൾക്ക് അതിനെ ലഘുവായിട്ട് അവർ കാണുക. ഇവിടെ പൗലോസ് പറയുന്നത്, നീ നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. നല്ല മനസ്സാക്ഷി മലിനമായാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. അർത്ഥം, വിശ്വാസമില്ലാത്തൊരു അവിശ്വാസിയായി പോകും. പേര് പെന്തക്കോസ്തുകാരൻ, പേര് വിശ്വാസി, വിശ്വാസമില്ല. ചിന്തിക്കാധികം മക്കളെ, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുക ഈ മെസ്സേജ്. ഹല്ലേലൂയ. വിശ്വാസമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആത്മീയ ഗോളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തിന്റെ കണിക പോലും ഇല്ലാത്ത വിശ്വാസികൾ. ഈ വിശ്വാസത്തെക്കുറിച്ച് യൂദ പറയുന്ന ഒരു പ്രമാണം, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം. യൂദയുടെ ലേഖനം 3-ാം വാക്യം. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നുള്ളത്, അതിന്റെ ശരിയായ മൂലഭാഷയിൽ ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ജീവിക്കുന്നവരാ. ആ പ്രമാണത്തിൽ നിലനിൽക്കാൻ വേണ്ടി നീ പോരാടണം. ആരോട് പോരാടണം? ലോകത്തോടും ജഡത്തോടും പിശാചിനോട് പോരാടണം. നിന്റെ വിശ്വാസം തകർത്ത് കളയുവാൻ, നിന്റെ വിശ്വാസത്തിൽ നിന്നെ വ്യതിചലിപ്പിച്ചു കളയുവാൻ ദുഷ്ടനായ സാത്താൻ പോരാടുന്ന മേഖലകളുണ്ട്. അവിടെ പിശാചിനോട് പോരാടി വിശ്വാസത്തെ തകർത്ത് കളയുന്ന വിഷയങ്ങളോട് പോരാടി വിജയം പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ദുഷ്ടൻ തകർത്ത് കളയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നല്ല മനസ്സാക്ഷി ഉള്ളവനായി അവനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അപ്പൊ നല്ല മനസ്സാക്ഷി പോയപ്പോൾ എന്ത് പറ്റി? വിശ്വാസം പോയി. ഹല്ലേലൂയ. വിശ്വാസം പോയാൽ പിന്നെ എന്നെ വിശ്വാസിയാ, പേരിന് വേണ്ടി വിശ്വാസിയായിട്ട് നടക്കും. ഞാന് മുമ്പ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. എൻ്റെ ബൈക്കിൻ്റെ ചെയിൻ കേടായി. ആ ചെയിൻ കൊണ്ട് മാറിയെടുക്കാനായിട്ടൊരു കടയിൽ ചെന്നു. നല്ലൊരു കടയിലാണ് ചെന്നത്. അപ്പോൾ അദ്ദേഹം 2 ചെയിൻ എടുത്ത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. സാർ, ഇത് ഒറിജിനലാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നോക്കിയ 2 ഒരുപോലെ ഇരിക്കും. ആ ചെയിൻ നോക്കിയാലും അതിൻ്റെ പാക്കറ്റ് നോക്കിയാലും അതിൻ്റെ പ്രിന്റിങ്, അതിൻ്റെ പുറത്തുള്ള എല്ലാം ഒരുപോലെ ഇരിക്കുക, തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് വ്യാജനാണ്, ഒന്ന് ഒറിജിനലുമാണ്. ഇതുപോലെയായി വിശ്വാസികളുടെ നിലവാരം. വിശ്വാസിയാണെന്ന് പറയുകയും വിശ്വാസമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ക്രൈസ്തവ സമൂഹമായി ഇന്നത്തെ ആത്മീയ ഗോളം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി എന്ന് ഞാൻ വർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? പൗലോസ് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, വിശ്വാസവും നല്ല മനസ്സാക്ഷി ഉള്ളവനായി യുദ്ധസേവ ചെയ്യണം. വിശ്വാസം പോയാൽ, നല്ല മനസ്സാക്ഷി പോയാൽ എന്ത് സംഭവിക്കും? വിശ്വാസ കപ്പൽ തകർന്നു പോകും. ഹുമനിയോക്സും അലക്സാണ്ടറും അക്കൂട്ടത്തിലുള്ളവരാകുന്നു. എടുത്തോ, അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരെ ഏൽപ്പിച്ചു? എന്ന താത്താനെ ഏൽപ്പിച്ചിരിക്കുക. പ്രിയ സഹോദരങ്ങളെ,
പൗലൂസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹുമനോക്സും അലക്സാണ്ടറിനെയും വിശ്വാസക്കപ്പൽ തകർന്നുപോയി, നല്ല മനസ്സാക്ഷി ഇല്ലാത്തവരായി പോയി. അതുകൊണ്ട് അവരെ സാത്താനെ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലൂസ്. കൊരിന്ത്യ ലേഖനത്തിൽ ഒരുത്തരം സാത്താനെ ഏൽപ്പിച്ചില്ല. അതാരാ? അപ്പന്റെ ഭാര്യ. കറക്റ്റ്, 100% മാർക്ക്. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നവനെ സെക്രട്ടറി ആക്കി, കൗൺസിലിൽ അംഗമാക്കി, വേണമെങ്കിൽ പ്രസിഡന്റ് പദം പോലും കൊടുത്ത്, വേണമെങ്കിൽ ഇനി എത്രയൊക്കെ പദവികൾ കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ച്, 10 ചക്രമുള്ളവനാണെങ്കിൽ അവനെ വെച്ച് ഭൗതികം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രൈസ്തവ നിര നമ്മുടെ ആത്മീയ ഗോളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കേട്ടിട്ട് ലജ്ജിക്കണം പ്രിയമുള്ളവരെ. എനിക്ക് പലരെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മെഗാ ചർച്ചില് അവിടുത്തെ ഒരു വലിയ വിശ്വാസി, നല്ല കാശുകാരൻ ഒരു അച്ചായനാണ്. അച്ചായൻ പാപം ചെയ്യാൻ മുൻപന്തി നിൽക്കുക. അദ്ദേഹം ചെയ്ത പാപത്തിന്റെ പട്ടിക എൻ്റെ നാവുകൊണ്ട് പറയാൻ എനിക്ക് ലജ്ജയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് പേഴ്സണലായിട്ട് അത് എന്താണെന്ന് കേൾക്കണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. ആ പുള്ളി ചെയ്യുന്ന പാപം ഭയങ്കര പാപമാണ്. പക്ഷേ പലരും അദ്ദേഹം ചോദിച്ചു, എന്താ പാസ്റ്ററെ നിങ്ങൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പാസ്റ്ററെ നിങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാത്തത്? പുതിയ നിയമസഭയുടെ ഉപദേശം പഠിച്ചു വരുമ്പോൾ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, കഠിനമായി ശാസിക്കുക, പുറത്താക്കുക. 4 കാര്യങ്ങളാ പൗലോസ് ലേഖനത്തിലൂടെ നമ്മൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത്. ഇതൊന്നും ഈ പുള്ളിയോട് ചെയ്യുന്നില്ല. കാര്യം എന്താ? പുള്ളി കാശുള്ളവനാ. പുറത്താക്കിയ കാശ് നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ പൗലോസിന്റെ പ്രബോധനം ഉൾക്കൊണ്ട് നോക്കിയേ. വിശ്വാസവും നല്ല മനസ്സാക്ഷ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. കൊരിന്ത് സഭയിൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടുവന്നവനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തത് കൊണ്ട് എന്ത് പറ്റിയ അവസാനം അവന് മടങ്ങി വരാനിടയായി. യഥാസ്ഥാനപ്പെട്ടവന് ദൈവവൈതലായി ദൈവരാജ്യത്തിന്റെ അംശികളായി തീർന്നു എന്ന് അവനെ 2-ാം ലേഖനത്തിൽ പൗലൂസിന്റെ പ്രബോധനത്തിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതും എടുത്ത് വിശദമായി പറയാൻ നമുക്ക് സമയമില്ല. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറയുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഒട്ടും മനസ്സിലാകത്തുമില്ല. അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ വചനം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കൾക്കേ മനസ്സിലാകത്തുള്ളൂ. അല്ല വാവിനും ചങ്കരാന്തിക്കും പുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. എൻ്റെ കുറ്റം പറഞ്ഞിട്ട് കഥയുമില്ല. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. നല്ല മനസ്സാക്ഷിയും വിശ്വാസവും തള്ളിക്കളഞ്ഞാൽ ഹുമനോക്സിനെയും അലക്സാണ്ടറിനെ പോലെ ആ കൂട്ടത്തിലുള്ളവരായി തീരും. അപ്പോ വിഷയത്തിലേക്ക് വരിക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു, അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഹുമനോക്സും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകും. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് കണ്ടോ, അതും അങ്ങനെ തന്നെയാണ്. അവർ ദൂഷണം പറഞ്ഞ് നടക്കാതിരിക്കാൻ അവർ പഠിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? അവർ സാധാരണ ഏൽപ്പിച്ചിരിക്കുക. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുക? അവരെ പിടിച്ച് സെക്രട്ടറി ആക്കുക, അവരെ പിടിച്ച് കൗൺസിൽ മെമ്പർ ആക്കുക, അവരെ പിടിച്ച് സഭയുടെ ചുമതല ഏൽപ്പിക്കുക, അവരെ പിടിച്ച് യൂത്ത്സിന്റെ ഹെഡാക്കുക. നമ്മുടെ പരാജയം ഇവിടെ കിടക്കുന്ന ദൈവമക്കളെ, നിങ്ങളിത് കേട്ട് പഠിച്ചോണം. ദൈവസഭ മൂല്യച്യുതി സംഭവിച്ച് ജീർണിച്ച് കിടക്കുന്നതിന്റെ കാരണം പാപം ചെയ്തവരെ താലോലിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ നമ്മുടെ ആത്മീയ ഗോളത്തിൽ കിടക്കുന്നു. ഈ പുഴുക്കുത്തുകൾ മാറിപ്പോകാത്തിടത്തോളം കാലം സഭയ്ക്ക് യാതൊരു ഉന്നമനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വാക്യം പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് എൻ്റെ ചിന്ത വരിക എന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് ഞാൻ നേരത്തെ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ്. പ്രവൃത്തി 9-ലെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. അതെന്താ അങ്ങനെ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. എന്താ കാര്യം? ആ സഭയ്ക്ക് ആത്മീയ വർധനവിനുള്ള ഉപദേശങ്ങളാണ് അവർ പഠിപ്പിച്ചത്.
കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് ആത്മീകമായി വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് മുന്നേറാൻ ആവശ്യമായ ഉപദേശങ്ങൾ അവർ സഭയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നോ സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PM ജോസഫ് പറഞ്ഞ കൊട്ടേഷൻ ഒന്നുകൂടി ഉദ്ധരിക്കുന്നത്. സങ്കീർത്തന പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഭാഷമാർക്ക് പ്രസംഗമില്ല. എന്ത് പറ്റി? അവർക്ക് അതേ അറിയൂ. ഒരൊറ്റ ചോദ്യം അവരോട് ഞാൻ ചോദിക്കുക. 12 ശിഷ്യന്മാരെ കൂടെ കൊണ്ടുനടന്ന് 3.5 വർഷം പഠിപ്പിച്ചിട്ട് കർത്താവ് അവരോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പലത് പറഞ്ഞതിൽ പ്രസക്തമായൊരു വാക്ക്: നിങ്ങൾ ഭൂലോകത്തൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്നിട്ടോ രക്ഷിക്കപ്പെടുന്നവരെ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്ഥാനപ്പെടുത്തി. അടുത്ത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കണ്ടോ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന്. ആര് പറഞ്ഞതാ? ആരാണ് ഗുരു പറഞ്ഞതോ? ലോകത്തിലെ ആരെങ്കിലും പൊളിറ്റിക്കൽ ലീഡർമാർ പറഞ്ഞതാണോ ഇത്? ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തു ആദാമ്യ പാപത്തിൽ നിന്ന് മാനവജാതിയെ വീണ്ടെടുക്കാനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് 33.5 തിരുവയസ്സിൽ അവസാനത്തുള്ളി ചോര വരെയും ഊറ്റിക്കൊടുത്ത് ദൈവസഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ കൊട്ടേഷനാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതനുസരിക്കാത്ത ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശത്രുക്കളാണ്. യു ആർ എ എനിമി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ദൈവം വയറ്. ലജ്ജയായാൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. അവർ ക്രൂശിന്റെ ശത്രുക്കളാണ്. ഈ ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്ന് പറയേണ്ട കാര്യം എന്താ? പരവരമേശ വരവരമീശ എന്ന് പറഞ്ഞ് ഡിസ്കോ ഡാൻസ് കാടി ഒരു പാസ്റ്റർ സ്റ്റേജിൽ കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ ചിന്തിച്ചോണം, ഇത് ശരിയായ ആത്മാവിലല്ല. ഈസ് എ എനിമി ഓഫ് ക്രൈസ്റ്റ്. ക്രൂശിന്റെ ശത്രുവാണ് അദ്ദേഹം. അപ്പോസ്തലന്മാരാരും ഡാൻസ് പാടി, പാട്ടുപാടി, നൃത്തം ചെയ്തൊന്നും ഉപദേശം പഠിപ്പിച്ചില്ല. ഭക്തന്മാർ എഴുതിയ പാട്ടുകളെ എടുത്ത് കോട്ടിക്കളഞ്ഞ് അതിനെ വികലമാക്കി ആത്മീയ ഗോളത്തിൽ അതിനെ വികൃതമാക്കി കളയുമ്പോൾ ചിന്തിച്ചോണം, ദൈവകൃപയുടെ ഒരു അംശം പോലും ഇവരിലുണ്ടോ എന്ന് നോക്കിയാൽ, മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. ഞാൻ ആ ഭാഗത്തു നിന്ന് വചനത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നല്ല മനസ്സാക്ഷി നമ്മൾ തള്ളിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോസ്തലന്മാർ ചെയ്തു. ഇന്നിപ്പോ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ അവർക്ക് സെക്രട്ടറി സ്ഥാനം കൊടുത്ത്, അവർക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത്, അവർക്ക് കൗൺസിൽ മെമ്പർ കൊടുത്ത്, അവരെ ആദരിച്ച് അവരുടെ ഭൗതികം മേടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പറ്റുന്നു? ഇവർക്ക് മടങ്ങി വരാൻ കഴിയാതെ ഇവർ നശിച്ച് നരകാഗ്നിയിലേക്ക് പോകുന്നു. അത് മാത്രമല്ല, ഈ കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളും വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ഞങ്ങൾക്ക് ഈ കൂട്ടായ്മ വേണ്ട, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മ വേണ്ട, ഞങ്ങൾക്ക് ഇവരുമായിട്ടുള്ള ബന്ധം വേണ്ട. എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല, ഞങ്ങളുടെ പഴയ പള്ളിയിലേക്ക് പോവുക, ഞങ്ങൾ കത്തോലിക്ക പള്ളിയിൽ പോവുക, ഞങ്ങൾ മാർത്തോമയിൽ പോവുക, ഞങ്ങൾ ചർച്ചപ്പൂടി പോവുക. അവിടെ അതിനേക്കാൾ എത്ര ഭേദമാണ് ഇത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എന്ത് സംഭവിച്ചു? നമുക്ക് നല്ല മനസ്സാക്ഷിയുള്ള ശുശ്രൂഷകന്മാരില്ല, നല്ല വിശ്വാസമുള്ള ശുശ്രൂഷകന്മാരില്ല. എൻ്റെ വിഷയം ഫെയ്ത്ത് എന്നുള്ളതിൽ നിന്ന് ഞാൻ നല്ല മനസ്സാക്ഷിയിലേക്ക് വരിക. ഈ നല്ല മനസ്സാക്ഷി എന്നുള്ളത് തിമോഥെയോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ും 4-ും 5-ും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ, പൗലോസിന്റെ ആജ്ഞയുടെ ഉദ്ദേശം, തിമോഥെയോസേ നീ എങ്ങനെയായിരിക്കണം? ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. അവിടെയും ഫെയ്ത്ത് വന്നു, മനസ്സാക്ഷിയും വിശ്വാസവും അവിടെ കയറി വന്നു.
ഒന്നുകൂടി പൗലോസ് കൂട്ടി പറയുന്നു, എന്താണ്? ശുദ്ധ ഹൃദയം. ഈ അനന്യാസും സഹോദരനയ്ക്ക് ഇല്ലാതെ പോയൊരു ഹൃദയം ഉണ്ടായിരുന്നു, ശുദ്ധ ഹൃദയം ഇല്ലാതെ. പത്രോസ് എന്താ ചോദിച്ചത്? വിറ്റ ശേഷവും വിൽക്കുന്നതിന് മുമ്പ് നിന്റേതല്ലായിരുന്നു. അടുത്ത്, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. വ്യാജം കാണിച്ചപ്പോൾ എന്ത് പറ്റി? നിന്റെ ഹൃദയത്തെ സാത്താൻ വശീകരിച്ചെടുത്തു. നിന്റെ മനസ്സാക്ഷി മലിനമായി. നിന്റെ വിശ്വാസ കപ്പൽ തകർന്നു. അനന്യാസും സഫീറയും ദൈവത്തിന്റെ കോപഹേതുവായി അവിടെ തീരാനിടയായി. ഇത് പുതിയ നിയമത്തിൽ അനേകർക്ക് ഒരു മാതൃകയായി നിൽക്കുക അനന്യാസും സഫീറയും. ഹല്ലേലൂയ. അഹരോന്റെ 2 കൊച്ചുമക്കള് തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? അവർ ദഹിച്ചു പോയി. ഇന്നത്തെ അഹരോന്റെ പുത്രന്മാര് ദഹിക്കാത്തതിന്റെ കാര്യം എന്താ? ഇത് കൃപായുഗമായതുകൊണ്ടാണ്. ശിക്ഷയ്ക്ക് കുറവില്ല. തീപ്പൊയ്യിലേക്ക് തള്ളിക്കളയാൻ ദൈവം റിസർവേഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. മനസ്സിലായിക്കോണം. പാസ്റ്റർമാരുടെ മക്കള് നന്നായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശുശ്രൂഷയ്ക്ക് വിളിയില്ലെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ വല്ല ജോലി ചെയ്ത് ജീവിച്ച് അക്കരെ പോകാൻ നോക്കിക്കോണം. ശുശ്രൂഷ കേൾക്കാനായിട്ട് ഇറങ്ങരുതേ. ഹല്ലേലൂയ. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാജ്ഞ കൊണ്ടുവന്നു. ഞാനിവിടെ ഈ വാക്യം തിരികെ കേട്ടാറുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൂടെ ഉപയോഗിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിനെന്ന് കർത്താവ് കൽപ്പിച്ച വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നീ അന്യാഗ്നി കത്തിക്കുന്നവനാണ് എന്നെനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അന്യാഗ്നി കത്തിച്ചാൽ എന്ത് പറ്റും? തീ വിഴുകികളെ. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിലാണ് ആ സംഭവം. ലേവ്യർ 16-1-2 അഹരോനോട് ദൈവം പറയുന്നു, മോശയോട് പറയാൻ പറയുന്നു, നിന്റെ പുത്രന്മാർ മരിച്ചു പോയത് കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ നീ ഇടയ്ക്കിടയ്ക്ക് വരരുത്, നീ മാറി നിൽക്കണമെന്ന്. കാരണം എന്താ? നിന്റെ കഥയും ചിലപ്പോൾ തീരാൻ സാധ്യതയുണ്ട്. പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ശിക്ഷയ്ക്ക് ഇളവുകളൊന്നുമില്ല. തെറ്റുകൾക്ക് ഇളവ് കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ അങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അതുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചു തരാം. പല പ്രാവശ്യം ഞാൻ വായിച്ച് നിങ്ങളെ ഗ്രഹിപ്പിച്ചിട്ടുള്ള വാക്യമാണെങ്കിലും ഇപ്പോൾ അത് വായിക്കുവാൻ എനിക്ക് ഹൃദയത്തിൽ പ്രേരണയുണ്ട്. ഇത് കേട്ടുകൊള്ളുക. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടിയൊന്നും യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരുള്ള ആളുകളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. എന്തോ? മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, അത് പുതിയ നിയമം, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്നിടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! പഴയ നിയമം അനുസരിക്കാത്തവനും പുതിയ നിയമം അനുസരിക്കാത്തവനും കഠിനമായ ശിക്ഷ തന്നെ വേദപുസ്തകം വിഭാവന ചെയ്യുന്നുണ്ട്. അതിന്ന് പാസ്റ്റർമാർ പറഞ്ഞ് ഇളവ് കൊടുത്ത് ലഘൂകരിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ലഘുചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. ലഘുചികിത്സ. ഇങ്ങനെയാണ് ആ വാക്യം. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് അവരെ ലഘുവായി ചികിത്സിക്കുന്നു. ഉണ്ടോ? ലഘു ചികിത്സ. ഒരു കഷ്ണം ഇരുമ്പ് ഇടയ്ക്ക് എങ്ങാണ്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ വയറിൻ്റെ ഉള്ളിൽ കത്രികയും നൂലും ഒക്കെ വെച്ച് തുന്നിക്കിട്ട ചരിത്രം പത്രം വരെ നിങ്ങൾ വായിച്ച് കേട്ടതാ. ഹോസ്പിറ്റലിൽ ഞാൻ ഓർക്കുന്നില്ല. എന്നാ മരുന്ന് കൊടുത്ത് പുറത്ത് ചാടിക്കുകയാണോ ചെയ്തത്? വേറൊരു ഓപ്പറേഷൻ നടത്തി ആ സാധനം എടുക്കുകയാണ് ചെയ്തേ. അതുപോലെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നവർക്ക് അതിനേറ്റ നിലയിലുള്ള വചനത്തിന്റെ പ്രബോധനങ്ങളും ഉപദേശങ്ങളും വചനത്തിലൂടെ എടുത്തു കൊടുത്താണ് അവരെ മടക്കി വരുത്തേണ്ടത്. ഇരുമ്പ് ഊറ്റിപ്പോയ വയറ്റിൻ്റെ ഉള്ളിൽ പോയാൽ ചുക്ക് കഷായം കുടിച്ചാൽ നടക്കത്തില്ല. അത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുക്കണം. ആത്മീകമായ ഗുരുതര രോഗം ബാധിച്ചവരെ
അതിനേറ്റ നിലയിലുള്ള ചികിത്സ ചെയ്യുന്ന വിദഗ്ധന്മാരായ ശുശ്രൂഷകന്മാര്, ആത്മീക ഡോക്ടർമാരുണ്ട്. അവരുടെ മുമ്പിൽ കൊണ്ടുചെല്ലണം. അവർ പ്രാർത്ഥിച്ച് അതിനുള്ള പ്രതിവിധി പറയും. ഇവിടെ ലഘു ചികിത്സ നടത്തി രക്ഷപ്പെടുത്തുകയാണ്. പോക്കറ്റിന് കനമുള്ളവരെ പലരെയും ലഘു ചികിത്സ നടത്തി ന്യൂട്രപർവത്തിൽ വിട്ട് അവനെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നുവെന്ന് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസവും നല്ല മനസ്സാക്ഷിയും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഹുമനിയോസ് അലക്സാണ്ടറിനെ പോലെ അവർ ദൂഷണം പറയാതിരിക്കേണ്ടതിന്, പഠിക്കേണ്ടതിന് അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സാത്താന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് മനസ്സാക്ഷി നഷ്ടപ്പെടുത്തിയവരും വിശ്വാസമില്ലാത്തവരും യാതൊരു ആത്മീക ഗുണവുമില്ലാത്ത ഒട്ടനവധി വിശ്വാസികൾ ആത്മീയ ഗുണത്ത് കിടപ്പുണ്ട്. അവരെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ കഴിയും? അതെ, ദൈവം ആക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ ദൈവവചനത്തിലൂടെ ഉപദേശം പറഞ്ഞ് അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ മടങ്ങി വരാൻ വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് റിപ്പൻഡന്റ്, ഒരു മാനസാന്തരം ഉണ്ടാകണം. അവർ അനുതാപ ഹൃദയത്തോടെ മടങ്ങി വരണം. അവർ ചെയ്ത തെറ്റിനെ കൈപ്പോടെ കരഞ്ഞ് നിലവിളിച്ചവർ മടങ്ങി വരണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ അവരെല്ലാം നിത്യ നരകാഗ്നിയിലേക്ക് പോകാനിടയായി തീരും. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവരും ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവരും ശിക്ഷയുണ്ട്, പണിഷ്മെന്റ് ഉണ്ടെന്ന് നന്നായിട്ട് നാം പഠിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. പ്രവൃത്തി പുസ്തകം 22 അധ്യായം അതിന്റെ 30 വാക്യവും പ്രവൃത്തി പുസ്തകം 23 1 വാക്യവും ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. പിറ്റേന്നാൾ യഹൂദന്മാർ പൗലോസിന്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മം അറിയുവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു. അവനെ കെട്ടടിച്ച് താഴെ കൊണ്ടുവന്ന് അവിടെ മുമ്പാകെ നിർത്തി. റോമിലേക്ക് കൊണ്ടുപോകാൻ പൗലോസിനെ ആരൊക്കെ കൊണ്ടുപോവാ? ന്യായാധിപ സംഘവും മഹാപുരോഹിതന്മാരും യഹൂദ മതാനുസാരികളുമായ യഹൂദർ, ഒരു വലിയ കൂട്ടം പൗലൂസിനെതിരെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുക. റോമയിലേക്കുള്ള യാത്രവേളയിൽ അവനെ കെട്ടഴിവിച്ച് മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപ സംഘം കൂടി വന്ന് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കെട്ടഴിച്ച് നിർത്തി. പൗലൂസ് അവരോട് പറയുന്ന ഒരു പ്രസ്താവന കേട്ട് ഞാൻ കോരിത്തരിച്ചുപോയി. പൗലൂസ് പറയുകയാണ്, പൗലൂസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിന് മുൻപാകെ നടന്നിരിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസനായ പൗലൂസിനെതിരെ ന്യായാധിപ സംഘവും യഹൂദ പുരുഷന്മാരും യഹൂദ പരീക്ഷകളും ഒരുപോലെ കുറ്റാരോപണം നടത്തുമ്പോൾ പൗലൂസ് അവരുടെ മുമ്പാകെ നിന്നുകൊണ്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടി നടന്നിരിക്കുന്നു. അത് മാത്രമോ? ഹല്ലേലൂയ, സ്തോത്രം. 24 അധ്യായത്തിന്റെ 16 വാക്യത്തിലും അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, ഒരു നല്ല മനസ്സാക്ഷി. ചിലർക്ക് ദൈവത്തോട് കാണും, മനുഷ്യരോട് കാണത്തില്ല. ചിലർക്ക് മനുഷ്യരോട് കാണും, ദൈവത്തോട് കാണത്തില്ല. പൗലോസ് പറയുന്നു, യഹൂദ മതാനുസരികളാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാരാകട്ടെ, സാധുക്യരാകട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ മുമ്പാകെ നിന്നുകൊണ്ട് പൗലോസിന് ധൈര്യമായി പറയാൻ കഴിയും, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റപറ്റ മനസ്സാക്ഷിയുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. എൻ്റെ ഈ പ്രസംഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല മനസ്സാക്ഷിയുള്ള ശുശ്രൂഷകന്മാരായി, ഒരു നല്ല മനസ്സാക്ഷിയുള്ള വിശ്വാസികളായി തീരാൻ നമ്മൾ അഹോരാത്രം ദൈവസന്നിധിയിൽ ശ്രമിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൈകൂപ്പി പറയുക. ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. മനസ്സാക്ഷി മലിനമായാൽ നമ്മൾ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും, നമ്മൾ തകർന്നു പോകും, നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എന്താ ഇവിടെ പൗലോസ് പറയുന്നത്? 2 കൊരിന്ത്യർ 1:12 നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പ്രിയമുള്ളവരെ. ആ വാക്യം ഭയങ്കര ഒരു വാക്യമായിട്ടാണ് എനിക്കത് വെളിപ്പെട്ടത്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളുടെ ജഡജാനത്തിലല്ല, ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ വായിക്കാം വാക്യം. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. മനസ്സാക്ഷിയുടെ സാക്ഷ്യം ഞങ്ങളുടെ പ്രശംസയാണ്. എന്താണ് പ്രശംസ? ഞങ്ങൾ ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിന്റെ നിലവാരം അവരെ ദൈവസന്നിധിയിൽ തുറന്നു വെക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ അത് കാണുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം വരവേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെന്ന അവസ്ഥയ്ക്ക് ഘനത്തോടിരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോടോ നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഒരു നല്ല മനസ്സാക്ഷി ഉള്ളവനായി പൗലോസും അപ്പോസ്തലന്മാരും സ്വതന്ത്രം പൗലോസിൻ്റെ കൂടെയുള്ളൊരു തിമോഥെയോസും തീത്തോസും ഫിലെമോനും ഒക്കെ ദൈവസഭയോട് ഇടപെട്ടു. അവർക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു. അവർക്ക് നിഷ്കളങ്ക സ്വഭാവം ഉണ്ടായിരുന്നു. അവർ ശുദ്ധഹൃദയം ഉണ്ടായിരുന്നു. നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു. നിർവ്യാജ സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് ഇലക്ഷൻ നടത്തി വോട്ട് വാങ്ങി അധികാര കസേരകളിലേറി കറങ്ങിയിരുന്ന് ദൈവസഭയെ ഭരിക്കുന്ന ജഡീകന്മാരായ പ്രാകൃതന്മാരെ പോലെയുള്ള ശുശ്രൂഷ വൃന്ദങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ ആത്മീയ കോളത്തിൽ നിങ്ങളെ കാണത്തില്ല. ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. കാശ് കൊടുത്ത് വോട്ട് വാങ്ങി, കോഴ കൊടുത്ത് വോട്ട് വാങ്ങി സഭയിൽ ട്രാൻസ്ഫർ നടത്തുന്ന പാസ്റ്റർമാര്, പ്രസിഡന്റുമാര്, മേലാളന്മാര് 15 വിദേശ വിശ്വാസികളുള്ള സഭയിൽ ശുശ്രൂഷകനായി വാഴ്ച നടത്താൻ 3, 4, 5 ലക്ഷം രൂപ കോഴ മേടിക്കുന്ന അധികാരം നടത്തുന്ന ജഡീകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന പാപം ദൈവം നിങ്ങളെ കണ്ടെത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. പൗലോസ് എന്താ പറയുന്നേ? എന്താ പൗലോസ് ഇവിടെ പറഞ്ഞത്? ഹല്ലേലൂയ. എനിക്കത് വായിച്ചിട്ട് എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കുക. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം വരവേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടാ, മനുഷ്യരെ അല്ല. ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. ഹല്ലേലൂയ. ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം പ്രയോഗിച്ചിട്ടില്ല. 10-15 വിദേശ വിശ്വാസികളുള്ള സഭയ്ക്ക് വേണ്ടി
കോഴ കൊടുത്ത് പാസ്റ്റർമാരെ നിയമിക്കുന്ന ദ്രവ്യാഗ്രഹികളെ, നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുന്ന സമയം വരുന്നു. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നുകൊള്ളുക. ഇതെനിക്ക് പറയാനൊരു നിയോഗം കിട്ടുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുക. പണമില്ലാത്തവൻ പിണമായിന്ന് പണത്തിനു വേണ്ടി എന്ത് സാഹസവും ചെയ്യുന്ന ശുശ്രൂഷകന്മാര് പ്രസ്ഥാനങ്ങളിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ജഡികന്മാർ, ജഡത്താൽ നടത്തപ്പെടുന്നവർ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്ത് ആത്മാവ് അവരോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ട് പറയാൻ. ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ ആത്മാവ് അങ്ങോട്ട് പോയില്ല. എന്നാൽ ആത്മാവ് പറഞ്ഞു പ്രശ്നമുള്ളിടത്തേക്ക് പോകാൻ. അവിടെ ചെന്നപ്പോൾ എന്ത് കിട്ടി? ചുട്ട അടി കിട്ടി. ഒരു കൂട്ടം ജനം വിടിവിക്കപ്പെട്ടു. അതാണ് ആത്മ നടത്തിപ്പ്. ഇന്നോ ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുക. ചില നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു. അവിടെ വിശ്വാസ കപ്പൽ തകർന്നു. ശൗലിൻ്റെ പിറകെ ദാവീദിനെ അന്വേഷിച്ച് നടക്കുന്ന, ദാവീദിൻ്റെ പിറകെ അന്വേഷിച്ച് നടക്കുന്ന ശൗലിൻ്റെ പിറകെ അന്വേഷിച്ച് നടക്കുന്ന ദാവീദിനെ ഒരു ഗുഹയിൽ വെച്ച് ശൗലിനെ കിട്ടി. സ്തോത്രം. എന്നാൽ ശൗലിൻ്റെ വസ്ത്രാംഗം മുറിച്ചെടുത്തു. അല്ലേ? അറിയാമോ? വസ്ത്രാംഗം മുറിച്ചെടുത്ത കാര്യം, എനിക്ക് നിന്നെ കാണാനിടയായി, നിന്നെ ഞാൻ കണ്ടു, പക്ഷെ നിന്നെ ഞാൻ കൊന്നില്ല. ഞാനിവിടെ വന്നു നിന്നെ കണ്ടു, അതുകൊണ്ട് വസ്ത്രാംഗം മുറിച്ചെടുത്തു. അവിടെ പുസ്തകത്തിൽ എഴുതിയ, സത്യവേദ പുസ്തകത്തിൽ എഴുതിയ വായിച്ച് ഞെട്ടിപ്പോയി. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിൻ്റെ വസ്ത്രാംഗം മുറിച്ചെടുത്തപ്പോൾ മനസ്സാക്ഷി കുത്തി തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. എന്താ അത് നമുക്ക് തരുന്നത്? അവരൊരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷകന്മാരെ കുറ്റം പറയുന്നെങ്കിൽ അവർ ചെയ്യുന്ന പാപത്തിനെതിരെയാണ് എൻ്റെ ശബ്ദം. ഹല്ലേലൂയ. അവിടെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ സാത്താൻ്റെ കയ്യിലായിപ്പോകുമെന്നുള്ളതാണ് എൻ്റെ ഭയം. അതുകൊണ്ട് മടങ്ങി വരാനാണ് ഇന്ന് പൽക്കാലം ഞാൻ ശുശ്രൂഷകന്മാരോട് പറയുന്നത്. ഞാൻ ആരെയും കീറി മുറിക്കുകയും കൊല്ലാനും കോടതിക്കും കേസിനും വഴക്കിനും ഒന്നും ഞാൻ പോകാറില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. പക്ഷേ അനീതിക്കെതിരെ ദൈവവചനമെന്ന വാളെടുത്ത് തലങ്ങളും വിലങ്ങലും വെട്ടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നിയോഗം തരുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. നമ്മളാരും ഹുമനോസിനെയും അലസണ്ടറിനെ പോലെ ആയി തീരരുത്. സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നവരായി നമ്മൾ തീരരുത്. നമുക്കൊരു നല്ല മനസ്സാക്ഷിയുണ്ട്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസമുണ്ട്. അതനുസരിച്ച് നല്ല സേവ ചെയ്യണം. പൗലോസിനെ പോലെ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും യഹൂദ മതാനുസാരികളുടെ മുൻപാകെ സുവിശേഷ നിമിത്തം ബന്ധിക്കപ്പെട്ട് പോകുന്ന പൗലൂസിനെ, റോമിലേക്ക് കൊണ്ടുപോകുന്ന പൗലൂസിനെ കെട്ടടിച്ച് നിർത്തിയ പൗലൂസ് പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് നല്ല മനസ്സാക്ഷി എന്നോളം. അത് മാത്രമല്ല, എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി, മനസ്സാക്ഷി മലിനപ്പെട്ടു പോകാത്തവരായി, മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നവരായി തീരാതെ, മനസ്സാക്ഷി കുറ്റം വിധിക്കുന്നെങ്കിൽ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുന്നവരായി തീരുവാൻ ഈ ചെറിയ സന്ദേശത്തിൻ്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയും. ഹല്ലേലൂയ. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ ഹുമനോസ് മലസന്തറിനെയും സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞവരാണെങ്കിൽ നിങ്ങൾ സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും. അകപ്പെടുന്നത് എന്തിനാ? മടങ്ങി വരാൻ. മടങ്ങി വരേണ്ട പോലെ ദൈവവചനമനുസരിച്ച് മടങ്ങി വന്നില്ലെങ്കിൽ നിത്യമായ നരകാഗ്നിയിലേക്ക് നിവേദിക്കാനിടയായിത്തീരും. അത് നമുക്ക് ആർക്കും, എനിക്കും നിങ്ങൾക്കും അത് വരരുത്. അതിനുവേണ്ടിയാണ് ഈ എളിയ സന്ദേശം നിങ്ങൾക്കാലം ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
നിങ്ങൾക്കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസമുള്ളവരായി യുദ്ധസേവ ചെയ്യുവാൻ, ലോകത്തോടും പിശാചിനോടും ലോകം ജഡം പിശാചിനോട് യുദ്ധം ചെയ്ത് സത്യമരക്കി കിട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സൂക്ഷിന്റെ കാലിചെരിപ്പാക്കി സകലദുഷ്ടന്റെ തീയുമ്പളി കെടുപ്പാന്റെ കൊണ്ട് വിശ്വാസം എന്ന് പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവത്തിനും ആത്മാവിന്റെ പാടും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ കഷ്ടത എന്ന ആയുധം പാപം ആയുധമായി ധരിച്ചും ലോകം ജഡം പിശാചിനോട് യുദ്ധം ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ പ്രബോധനങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ കർത്താവേ. അവിടെ നിന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.